ആണെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര ഒരു ആംബിയൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ലക്കിയാണ് ഇങ്ങനെ ഒരു ആംബിയൻസിൽ ഇരുന്ന് പഠിക്കാന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു കാര്യം, വലിയ മാർക്കും ഒരുപാട് പെർസെന്റേജ് മാർക്ക് വെച്ച കുട്ടികൾക്ക് എല്ലാവർക്കും വില കണ്ട് നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ അത്ര വലിയ മാർക്ക് വെച്ചത്. അതിന് എല്ലാവർക്കും നേരത്തെ കൈയടി കൊടുത്തു. അതേപോലെ അധികം മാർക്ക് മേടിക്കാത്ത കുട്ടികളുടെ കൂടെ വേണ്ടി കൈയടിക്കണം. നമ്മുടെ കുട്ടികൾ വലിയ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ്. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് കുട്ടിയിരുന്ന് പഠിച്ച് അതിന് മാർക്ക് മേടിക്കാന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. ഓക്കെ, സോ ഞാനിവിടെ ഈ ഒരു പ്രിൻസിപ്പൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടീച്ചേഴ്സിനും കുറച്ച് സ്റ്റുഡൻസിനൊക്കെ എന്താ പറയാ എക്സലൻസിനുള്ള അവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ മാർക്ക് അല്ലെങ്കിൽ സാറ് പറഞ്ഞ റാങ്ക് മേടിക്കുന്നത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും ഒരുപാട് റാങ്ക് മേടിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഐക്യമാണ്, ഓരോ രീതിയിലാണ് പഠിക്കാൻ പറ്റും. ഞാനൊരു സ്റ്റുഡന്റ് അല്ലായിരുന്നു, ഞാനൊരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ഓക്കെ, സോ ഇതേപോലെ എന്നെ പോലെയുള്ള എത്ര പേരുണ്ട് എന്റെ കൂട്ടത്തില്? അധികം പഠിക്കാത്ത കുട്ടികൾ എത്ര പേരുണ്ട്? അത് പാരന്റ്സിന് കൈകൊള്ളാൻ കേട്ടോ. നമ്മളൊക്കെ ഇപ്പം എനിക്കും 10-32 വയസ്സ് കഴിഞ്ഞു. അപ്പം പാരന്റ്സിൽ എത്ര പേര് അധികം പഠിക്കാത്ത എത്ര പേരുണ്ട്? ഓക്കെ, സോ വലിയ മാർക്ക് മേടിക്കുന്നതും അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ റാങ്ക് മേടിക്കുന്നതിലും കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. പക്ഷെ അതിനോടൊപ്പം മാർക്ക് മേടിക്കാത്ത കുട്ടികളെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം, അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് മാർക്ക് മേടിച്ചില്ലെങ്കിലും ഇതേപോലെ മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്ക് റാങ്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി. സോ എന്താ പറയാ, ഇപ്പം ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇതില് ഞാൻ പറയട്ടെ, ഇപ്പൊ എത്ര സ്റ്റുഡൻസിന് ഇതില് ATM നിന്ന് ക്യാഷ് എടുക്കാനോ അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് ഒരു സ്ലിപ്പ് എഴുതാനോ എത്ര പേർക്ക് അറിയാം? എത്ര സ്റ്റുഡൻസിന് അറിയാം? സത്യം പറഞ്ഞ 12ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ കോളേജിൽ കയറുന്നതാണ് ATM നിന്ന് ക്യാഷ് എടുക്കുന്നത്. അത് മാത്രമല്ല ബാങ്കിൽ ഒരു സ്ലിപ്പ് എഴുതുന്ന ഒരു കാര്യം പോലും എനിക്ക് അറിയാവുന്നത്. കാരണം എന്റെ സ്കൂളിൽ അതിനെപ്പറ്റി ഒരു അവയർനെസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ നമുക്ക് ബേസിക്കലി നമ്മുടെ ലൈഫിൽ വേണമെന്ന കുറെ കാര്യങ്ങളും കൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. ശരി, വലിയ മാർക്ക് മേടിക്കുന്നതിനുപരി നല്ലൊരു വ്യക്തി അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാകാനും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അവർ പഠിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഇപ്പൊ കുട്ടികൾക്ക് പല രീതിയിൽ വഴിതെറ്റി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് അവൈലബിൾ ആയിട്ടുള്ള പല സ്കൂളുകളും പല കാര്യങ്ങളുണ്ട്. ഞാൻ ഡ്രഗ് അവയർനെസ് ക്യാമ്പയിൻ വരെ നടത്തുന്ന ഒരാളാണ്. സോ ഓബ്വിയസ്ലി എനിക്ക് അറിയുന്ന ഒരു കാര്യമാണ്. സോ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന്, നമുക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുന്നേറി നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ പറ്റും. രണ്ടാമത്തെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് നമ്മുടെ ജീവിതം നശിച്ചു. സോ നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഡിസിഷൻ ഇരിക്കുന്നത്. അത് മാത്രമല്ല പാരന്റ്സിന്റെ അടുത്തുള്ള ഒരു ചെറിയ റിക്വസ്റ്റ്, ഞാനൊരു പാരന്റ് അല്ല, പക്ഷെ എന്നിരുന്നാലും ഒരു കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചിരുന്ന ഒരു കാര്യം പറയാം. എന്റെ അച്ഛനമ്മയും അത്യാവശ്യം എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ പറയും. അപ്പൊ അതിൽ നിന്ന് വഴക്കോ അല്ലെങ്കിൽ അടി കിട്ടുമ്പോൾ ഞാൻ പിന്നെ പറയാതിരിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടോ അല്ലെങ്കിൽ ഇനി അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു ചീത്തുവിളി കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാൻ തുടങ്ങി. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 5-10 മിനിറ്റ് ഇരുന്ന് മോനെ നീ ഓക്കെ ആണോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരു പക്ഷേ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വഴക്ക് പറയുന്നതിന് പകരം ആ പ്രശ്നം എങ്ങനെ ആദ്യം സോൾവ് ചെയ്യാം അതും കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഇപ്പൊ എല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് വിജയിക്കണം അല്ലെങ്കിൽ നീ ടോപ്പാണ്, നീ വേറെ ലെവലാവണം എന്ന് പറയുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ലൈഫിൽ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കൂടെ എങ്ങനെ ഉള്ളിൽ തെളിയിക്കാം അല്ലെങ്കിൽ അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം എന്റെ സ്കൂൾ ടൈമിലോ കോളേജ് ടൈമിലോ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയാ ഒരു ഗൈഡിങ് തരാൻ വേണ്ടി എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. സോ നമുക്കിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഒരുപാട് പേര് മോട്ടിവേറ്റ് ചെയ്യാനുണ്ട്. സോ ബേസിക്കലി ഒരു കുട്ടിയുടെ പ്രോപ്പറായിട്ടുള്ള മെന്റൽ ഹെൽത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുക. കാരണം സ്ട്രെസ്ഡ് ഔട്ട് ആണ് എല്ലാവരും, കുട്ടികളാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും എല്ലാവരും. ഓക്കെ, സോ സ്ട്രെസ് ഇല്ലാണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് നമുക്ക് സ്ട്രെസ് എങ്ങനെ കൺട്രോൾ എന്താ പറയാ
അതിലൂടെ എന്ന് വെച്ചാൽ സ്ട്രെസ്സിലൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് ജീവിക്കാന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കാം. ഓക്കെ, സോ ഇത് ജസ്റ്റ് ബേസിക് ഒരു സ്കൂൾ എന്നുള്ള രീതിയിൽ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പിന്നെ എത്ര പേര് ബിഗ് ബോസ് ആണ് കൊണ്ടുവരുന്നത്? ഓക്കെ, സോ എന്താ പറയാ, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയാണ് എന്റെ ലൈഫിൽ ഒരു ഭയങ്കര മാറ്റം കൊണ്ടുവന്നത്. പക്ഷെ ആ ഒരു ഷോയിലേക്ക് എത്താൻ വേണ്ടി എന്റെ 32 വർഷത്തെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. സോ നമ്മളെന്താ പറയാ, അപ്പം നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും എവിടേക്ക് എത്തിയെന്ന് പറഞ്ഞാലും നമ്മൾ ഒന്നുമല്ല എന്നുള്ള ഒരു മനസ്സിലൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അച്ചീവ് ചെയ്യാനുള്ള ഒരുപാട് കോൺഫിഡൻസ്, ഒരുപാട് കാര്യം നമുക്ക് എത്തും. എല്ലാത്തിനുപരി നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെയും സ്നേഹമാണ്. ഓക്കെ, കാരണം നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് അത് വളരെ വലിയ കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്ഡാണ്. ഇതിൽ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഇത് മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട. മനസ്സിലായില്ല? നമ്മൾ ഈ ലോകത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന കാശോ ഈ കാണുന്ന പ്രോപ്പർട്ടീസോ ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. ഒരുപാട് പേരുടെ മനസ്സിൽ നമുക്കുള്ള ആ ഒരു സ്നേഹം മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ മരിക്കുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് സിൻസിയറായിട്ട് നമ്മൾ എന്താ പറയാ, നല്ലൊരു കുട്ടിയാണ് അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു, അത് മതി. ആ ഒരു മെമ്മറി നമുക്കുണ്ടെങ്കിൽ അത് മതി. അത് നമ്മൾ ജീവിച്ചതിന് ഒരു അർത്ഥമായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ വലിയ മാർക്ക് മേടിക്കുന്ന, റാങ്ക് മേടിക്കുന്ന കുട്ടികൾ എല്ലാവരും ലൈഫിൽ വലിയ വലിയ ലെവലിൽ എത്തണം. അതേപോലെ മാർക്ക് കുറഞ്ഞ കുട്ടികളും വിഷമിക്കേണ്ട. നിങ്ങളിൽ ഒരാളാണ് ഞാനും. എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ കൊണ്ടും പറ്റും. ഓക്കെ, സോ എല്ലാ കുട്ടികളും അത്ഭുതമാണ്. ആ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത് നമ്മളെല്ലാവരും, നമ്മുടെ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാവരുമാണ്. പിന്നെ എന്താ പറയാ, ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം കൊണ്ട് വിചാരിച്ചാൽ മതി. ഓരോ ദിവസവും ഓരോ തുടക്കമാണ്. ജീവിതത്തിലെ പല പ്രതിസന്ധികളും നമ്മളെ തളർത്താൻ ശ്രമിക്കും. പലരും സിൻസിയറായിട്ട് നമ്മളെ സ്നേഹിക്കും, നമ്മളെ കൂടെ നിൽക്കും. ചിലർ നമ്മളെ ചതിക്കും, നമ്മളെ കൊണ്ട് ഒരു വഴിക്ക് കൊള്ളില്ല എന്ന് പറയും. ഇതൊന്നും കേട്ടിട്ട് നമ്മളെ തളരാൻ പാടില്ല. ജീവിതം ഒരു ക്രൂരനായി നമ്മുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുമ്പോഴും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും വാശിയോടെ നേരിട്ട് അതിന് തരണം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ഞാൻ ബിഗ് ബോസിന്റെ അത് പറഞ്ഞ കാര്യമാണ് കേട്ടോ.